നമസ്കാരം സനോജി. നമസ്കാരം. എക്സിറ്റ് പോളുകൾ വന്നു കഴിഞ്ഞു. UDFനായിരിക്കും അടുത്ത ഭരണം എന്ന നിലയിൽ തന്നെയാണ് എക്സിറ്റ് പോൾ വന്നത്. വളരെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിലാണെങ്കിലും UDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. NDA നേട്ടമുണ്ടാക്കുമെന്ന തരത്തിലാണ് എക്സിറ്റ് പോളുകൾ വന്നിരിക്കുന്നത്. LDFന് ചരിത്രത്തിൽ ആദ്യമായി ഒരിടത്തും ഭരണമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകും എന്ന തരത്തിലുള്ള എക്സിറ്റ് പോളാണ് വന്നിരിക്കുന്നത്. അത് ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത മുഖ്യമന്ത്രി ഒരു വനിതയായിരിക്കും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പോൾ ഈ നേതാക്കന്മാരൊക്കെ എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. ഇവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരിക്കുകയാണ്. സതീശൻ എന്തായാലും വനവാസം ഫിക്സ് ചെയ്തു, ബാക്കി രണ്ടുപേരും എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതായത് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ നമ്മുടെ KC വേണുഗോപാലും. അല്ല ഹരി, ഇതിപ്പോൾ UDFിലേക്ക് ഭരണം പോകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇലക്ഷനോട് അടുത്ത സമയങ്ങളിൽ തന്നെ അത് കേരള ജനതയിലെ ഒരു എന്താ പറയുക, അവരുടെ ഒരു പ്രതികരണത്തിൽ നിന്നുമൊക്കെ ഏറെക്കുറെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിലൂടെയൊക്കെ ഏറെക്കുറെ അത് കൃത്യമായിരുന്നു അല്ലേ. ഭരണം UDFന് തന്നെ ലഭിക്കും എന്നുള്ളത് ഇപ്പോൾ ഇന്നലെ വന്ന എക്സിറ്റ് പോളും അത്തരത്തിൽ തന്നെയാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും 3 ദിവസം കൂടി കാക്കേണ്ടതായിട്ടുണ്ട് എക്സാറ്റ് പോളിന് വേണ്ടി. എക്സാറ്റ് പോളിൻ്റെ ഫലം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി. അത് കഴിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒറിജിനൽ ചിത്രം നമുക്ക് അറിയാൻ പറ്റൂ. എന്നിരിക്കെ ഇപ്പോൾ സാഹചര്യം UDFന് അനുകൂലമാണെന്നിരിക്കെ വലിയ രീതിയിലുള്ള വടംവലികളാണ് UDFനുള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഈ പറഞ്ഞ ഓരോ നേതാക്കളും മാക്സിമം MLA-മാരെ അവരൊക്കൊപ്പം ചേർക്കുക എന്നുള്ള രീതിയിൽ ഈ ഒരു എന്താ പറയുക, ഒരു വടംവലി നമ്മൾ ഈ സിനിമകളിലും മറ്റും കാണുന്ന അതേ കോപ്രായങ്ങൾ തന്നെ ഇപ്പോൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കിംവദന്തി. മാത്രമല്ല അതാത് സ്ഥലങ്ങളിലെ നേതാക്കൾ അവരവരുടെ അനുയായികളെ ഉപയോഗിച്ച് അതാത് സ്ഥലങ്ങളിൽ അവർ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് വരുത്തി തീർത്തുകൊണ്ട് ചില ഫ്ലക്സ് ബോർഡുകളുമൊക്കെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള പല കലാപരിപാടികളും നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആരായിരിക്കും കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഈ KC വേണുഗോപാൽ ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് താനായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ. കാര്യം ഹൈക്കമാൻഡിൽ തനിക്കുള്ള സ്വാധീനം, രാഹുൽ ഗാന്ധിയുമായി അടുത്തുള്ള ഒരു ബന്ധം, ഇതൊക്കെ KCയുടെ ഒരു എന്താ സാധ്യത ഒന്നുകൂടെ കൂട്ടുകയാണ്. മറുഭാഗത്ത് രമേശ് ചെന്നിത്തല എന്നുള്ളൊരു രാഷ്ട്രീയ അധികാരൻ, അദ്ദേഹം വർഷങ്ങളായി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള ഉടുപ്പും തയ്പ്പിച്ചിരിപ്പാണ്. അതെ, പൗഡർ കുട്ടപ്പൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറ്. അപ്പോൾ ഉടുപ്പും പൗഡറും ഒക്കെ ഇട്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നാളിതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ ഒരവസ്ഥ. മറുഭാഗത്ത് നിലവിലെ പ്രതിപക്ഷ നേതാവായ VD സതീശനും ഈ പറഞ്ഞതുപോലെ ഏറെക്കുറെ താനായിരിക്കും അടുത്ത കേരള മുഖ്യനെന്ന് മനസ്സുകൊണ്ട് ഏറെക്കുറെ ഉറപ്പിച്ച് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ഇവർക്കാർക്കും സ്വയം അവർ വിചാരിക്കുന്നുണ്ടാവും, അടുത്ത മുഖ്യമന്ത്രി ഞാനായാൽ കൊള്ളാം, ഇന്ന കാര്യങ്ങൾ, അങ്ങനെ മനക്കോട്ടകൾ കെട്ടുമ്പോഴും എന്തോ ഒരു ഭീതി ഇവരെ അലട്ടുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ സത്യമാണ്. ഇതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ ഒരു വെടി പൊട്ടിച്ചത്. കാര്യം UDFിൽ നിന്നും വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അന്ന് ഒരു പ്രസ്താവന നടത്തിയത്. വനിതാ മുഖ്യമന്ത്രിയാകാൻ തക്ക പ്രാപ്തിയുള്ള ആരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഉയർന്ന ചോദ്യം. അങ്ങനെ നോക്കി വരുമ്പോൾ നിലവിൽ വയനാട് MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് UDFിൻ്റെ ഒരു വനിതാ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരു ആൾ എന്ന് പറയേണ്ടി വരും. കാര്യം അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എങ്കിൽ കൂടിയും പാർട്ടിയുടെ നോമിനേഷനിൽ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അടുത്തൊരു 3 മാസത്തിനകം ഇലക്ഷനിൽ നിന്ന് ജയിച്ചാൽ മതി അല്ലേ, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് കയറിയാൽ മതി, ഭരണം തുടരാം. അങ്ങനെ ഇരിക്കെ ഈ ഒരു സാധ്യതയാണ് ഇപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കെല്ലാം ഉള്ളിൽ ഒരു ഇടിത്തിയായി നിൽക്കുന്നത്. ഇനി മറ്റൊരാളുണ്ട് ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, സുധാകരൻ. കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ വേളയിലൊക്കെ അദ്ദേഹം എന്തുമാത്രം സമ്മർദ്ദം അനുഭവിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയാവുള്ളൂ. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടി വിടുമോ എന്ന് പോലും സംശയിച്ചു നിന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നൊക്കെ എങ്ങനെയോ UDF ആൻ്റണിയൊക്കെ ഇടപെട്ട് അദ്ദേഹത്തെ മയപ്പെടുത്തിയാണ് പാർട്ടിയിൽ നിലനിർത്തിയത്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി ആകില്ല എന്ന് അപ്പോൾ തന്നെ അദ്ദേഹം ഏറെക്കുറെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു സുധാകരൻ. അപ്പോഴും അദ്ദേഹത്തിനാണ് ഇത് മാറി നിന്ന് ചിരിക്കാനുള്ളൊരവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ. കാര്യം ഈ പറഞ്ഞ എല്ലാവരും വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടെന്ന് പറയും പോലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും തന്നെ മുഖ്യമന്ത്രി കസേര മോഹിക്കുന്നവരാണ്. ഇപ്പോൾ ഈ പറഞ്ഞ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇവരെ മാറ്റി നിർത്തിയാലും അടുത്തു വരുന്ന ഒരു മുൻനിര നേതാക്കളെ നോക്കൂ. ഇപ്പോൾ ശശി തരൂർ, അദ്ദേഹത്തിന് തീർച്ചയായും മുഖ്യമന്ത്രിയായാൽ കൊള്ളാവുന്നുണ്ട്. K മുരളീധരൻ,
കെ മുരളീധരൻ ജയിച്ച് ഇനി കഷ്ടകാലത്തിനെങ്ങാനും അദ്ദേഹം ജയിച്ച് കയറുകയാണെങ്കിൽ അദ്ദേഹത്തിനും ഉണ്ടാവും ഇത് ഹരിഹർ നഗറിലെ ചർച്ച പോലെ ആയിട്ടുണ്ട്. മീൻസ് അത് ഈ ഇവരുടെ ഒരു ചർച്ച എന്ന് പറയുന്നത് ഉറപ്പായും നിനക്ക് തന്നെ കിട്ടും അപ്പുകുട്ട, അല്ലെങ്കിൽ ഗോവിന്ദൻകുട്ടി, അല്ലെങ്കിൽ ഇവർ 4 പേരുടെ പേര് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പോ ഇന്നലത്തെ എക്സിറ്റ് പോൾ ചർച്ചയിൽ ഞാൻ പറഞ്ഞ പോലെ ബോയിങ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിന്റെ ക്ലൈമാക്സിൽ ഈ ഒരുപാട് അച്ഛന്മാർ ഒരുമിച്ച് വരുന്ന ഒരു രംഗമുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ഈ ഒരുപാട് അച്ഛന്മാരാണ് UDF ഉള്ളത്, ഒരുപാട് മുഖ്യമന്ത്രിമാരാണ്. ഇപ്പോൾ ഇതിൽ ആരാണ് ഒറിജിനൽ മുഖ്യമന്ത്രി എന്നുള്ളതിലാണ് ഇപ്പോൾ കൺഫ്യൂഷനായിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു, ശശി തരൂരിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പം എന്തിനു പറയുന്നു, ഇപ്പോൾ വിശ്രമാവസ്ഥയിരിക്കുന്ന AK ആൻ്റണിക്ക് വരെ ഒന്നുകൂടി മുഖ്യമന്ത്രി ആയാൽ കൊള്ളാമെന്നുണ്ട്. ഹസൻ, അതെ, ഇവർക്കൊക്കെ ഈ ഒരു മോഹം ഉള്ളിലുള്ളവരാണ്. പക്ഷേ ചിലർ അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഒരേ ഒരു രക്ഷയുള്ളൂ, മറ്റ് വകുപ്പ് മന്ത്രിമാരൊന്നും വേണ്ട, മുഖ്യമന്ത്രിമാർ എന്ന ഒരു ഓരോ വകുപ്പിനും മുഖ്യമന്ത്രിമാർ എന്ന് പേരിട്ടു. ജലവകുപ്പിന്റെ മുഖ്യമന്ത്രി, വൈദ്യുതി വകുപ്പിന്റെ മുഖ്യമന്ത്രി, പൊതുമരാമത്തിന്റെ മുഖ്യമന്ത്രി. ഇത് കോൺഗ്രസിലെ കാര്യമാണെങ്കിൽ ഈ വൈദ്യുതിയും മറ്റതൊക്കെ പറയുമ്പോഴാണ് ലീഗിന്റെ കാര്യം ഇതിലും കഷ്ടമാണ്. ലീഗ് അവിടെ ഏറെക്കുറെ പാണക്കാട് വലിയ യോഗങ്ങൾ, ഐസ്ക്രീം നിറഞ്ഞിരിക്കുന്ന കുഞ്ഞാപ്പ, പാണക്കാട് ഷെഡ്യൂൾ വെച്ചിപ്പം യോഗങ്ങൾ നടക്കുകയാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇടയ്ക്കൊരു ബിരിയാണി ബ്രേക്കൊക്കെ കൊടുത്തുകൊണ്ടുള്ള വലിയ യോഗങ്ങൾ നടക്കുകയാണ്. ആര് മന്ത്രിയായാലും ആര് PA ആകണം എന്നുള്ള തീരുമാനം വരെ അവിടെ ആയിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത ആഴ്ച, ഇനിയിപ്പോൾ ഈ 4-ാം തീയതി UDF ജയിച്ചു കയറും എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ ജയിച്ചു കയറി കഴിഞ്ഞാൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളത് ഇതിനേക്കാളും വലിയൊരു മത്സരമായി മാറും. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയൊരു മത്സരം വരാൻ പോകുന്നത് UDF ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു മത്സരമാകുമ്പോൾ ഒരു ജയം ഒരു ഭാഗത്തുണ്ടാവും, മറുഭാഗത്ത് തോൽവി ഉണ്ടാവും. പക്ഷേ ഇതിലാരായിരിക്കും ജയിച്ചു കയറുക, ആർക്കാണ് മുഖ്യമന്ത്രി കസേര വിധിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അതിന് മുമ്പായിട്ടുള്ള ഒരുപാട് കസേര കളികളും വടംവലികളും ഒട്ടനവധി കോമഡികളും ഒരുപക്ഷെ കണ്ടു ചിരിക്കാൻ ഒരു വകുപ്പുണ്ട്. ഇതിന്റെ ഇടയിൽ വേറെ വനിതാ മുഖ്യമന്ത്രി നിങ്ങൾ ഞങ്ങളെ ഒന്നും കാണുന്നില്ലേ എന്ന് ഷമാ മുഹമ്മദ് ഒക്കെ ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ട്. ഇനി ക്ഷമയാണോ രാഹുൽ ഗാന്ധി കണ്ടുവച്ചിരിക്കുന്നതെന്ന് അറിയില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും UDF ഇനി തല്ലിന്റെ കാലം എന്നുള്ളതാണ്, അടിയുടെ കാലം, അടിയുടെ ഇടിയുടെ വെടിയുടെ പൂരം. അല്ലെങ്കിലും ഈ നമ്മളിപ്പോൾ മറ്റേ LDFിൻ്റെ BJPയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ പണ്ട് മുതലേ ഈ ഗ്രൂപ്പിസവും അടിയും ഏറ്റവും കൂടുതൽ നടക്കുന്നത് UDFിലാണ് അല്ലേ. നമ്മളത് ചേരി തിരിഞ്ഞ് അടി നടക്കുക എന്നൊക്കെ ഉള്ളത് പരസ്യമായി പലയിടത്തും കണ്ടിട്ടുണ്ട് അല്ലേ. അത് ജില്ലാ തലത്തിലുണ്ട്, ബ്ലോക്ക് തലത്തിലുണ്ട്, മറ്റെല്ലാ തലത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർക്കത് പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം ഏറ്റവും കൂടുതൽ ബ്രാക്കറ്റ് പാർട്ടികളുള്ള ഒരു മുന്നണിയാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ സമയങ്ങളിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ, 2 ഗ്രൂപ്പായിരുന്നു പ്രബലമായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പം ആന്റണിയുടെ ഐ ഗ്രൂപ്പും A ഗ്രൂപ്പും ആയിരുന്നു പ്രബലമായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബ്രാക്കറ്റ് പാർട്ടികളുടെ പ്രളയമാണ്. അതെ 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 അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ ഗ്രൂപ്പ്, വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാട് എന്ന തരത്തിൽ കോൺഗ്രസ് മാറി. ആ രീതിയിൽ ചർച്ച വഴുതി മാറിക്കഴിഞ്ഞപ്പോൾ പിന്നീട് എന്ത് ചെയ്യണം എന്ന അവസ്ഥ, എങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്യണം. കാരണം സദസ്സിൽ ഈ അടുത്ത സമയത്ത് പ്രേംകുമാർ പാർട്ടി മാറി കോൺഗ്രസിലേക്ക് പോയപ്പോൾ കോൺഗ്രസിനെ കണ്ട് എനിക്ക് അന്തം വിട്ടു. കാരണം സദസ്സിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വേദിയിലുണ്ട്. ആ ഒരു സംസ്കാരം കോൺഗ്രസിൽ നിന്ന് മാറണം. കാരണം കോൺഗ്രസിലധികം നേതാക്കന്മാരായി മുണ്ട് അല്ലെങ്കിൽ ഷർട്ട് ഒലയാതെ മീൻ പിടിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ, ഈ ആൾക്കാർക്കിടയിലാണ് ഈ ഭരണത്തിൻ്റെ ഒരു അപ്പകഷ്ണം ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അതിനി എങ്ങനെയാണ് കടിച്ചു കീറുക എന്നുള്ളതിനെക്കുറിച്ച് ഇനി നമുക്ക് നമ്മളിപ്പോൾ KPCCയിലെ കാര്യമാണ് പറഞ്ഞത്. DCCയിൽ ഇതിനേക്കാളും വലിയ തർക്കം നടക്കുകയാണ്. അതെ, DCCയിൽ അതിനേക്കാളും വലിയ കൊടിയ തർക്കങ്ങൾ നടക്കുകയാണ്. DCC ആണല്ലോ ഇതിൻ്റെ എല്ലാം ഒരു ആണിക്കല്ല്. DCCയിലാണ് പല തീരുമാനങ്ങളും ഉരുത്തിരിയുന്നത്. ഇപ്പോൾ തിരിഞ്ഞിട്ടുണ്ട്. കാര്യം DCCയിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് പലതും KPCC അംഗീകരിക്കുന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ രീതി നോക്കുകയാണെങ്കിൽ വലിയ പരിവർത്തനങ്ങളാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ബ്രാക്കറ്റ് പാർട്ടി, ഇപ്പോൾ ഈ പെട്ടെന്ന് ഓർമ്മ വന്നത് കിങ് എന്ന് പറഞ്ഞ സിനിമ ഹരി കണ്ടിട്ടുണ്ടോ അറിയില്ല. ഷാജി കൈലാസിൻ്റെ ശക്തമായ ഒരു ഡയറക്ഷനും അതുപോലെ തന്നെ രഞ്ജി പണിക്കറിൻ്റെ വളരെ ചടുലമായ ഡയലോഗുകൾ ഉള്ള സിനിമയാണ്. അപ്പോൾ അതിൽ മമ്മൂട്ടി അതിലൊരു കഥാപാത്രത്തോട് പറയുന്നുണ്ട്. അത് പിന്നീട് നമ്മളിപ്പോൾ TV കാണുമ്പോൾ ആ ഭാഗമൊക്കെ മ്യൂട്ടാണ്.
പണ്ടിത് തിയേറ്ററിൽ കാണുമ്പോൾ ഇത് മ്യൂട്ടല്ല. അതുകൊണ്ട് നമുക്കത് കൃത്യമായ ഡയലോഗ് ഓർമ്മയുണ്ട്. ഈ സ്റ്റേറ്റിൽ ഈ രാജ്യത്ത് ഏത് സ്റ്റേറ്റിൽ നിന്ന് മത്സരിച്ചാലും കെട്ടിവെച്ച കാശ് തിരിച്ചു പിടിക്കാൻ ശേഷിയില്ലാത്ത മലയോര കോൺഗ്രസ് എന്ന ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിഷേധ്യനായ നേതാവിനോട് എന്നാണ് അതിൽ പറയുന്നത്. ഈ മലയോര കോൺഗ്രസ് എന്നൊക്കെ ഉള്ളത് പിന്നീട് മ്യൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാക്കറ്റ് പാർട്ടികളുടെ ഒരു അവസ്ഥ പറയാതെ പറയുകയാണ് അതിനകത്ത്. ഈ കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ ഇവർക്ക് എത്ര ഇടത്ത് കെട്ടിവെച്ച കാശ് പോകും, അല്ലെങ്കിൽ കെട്ടിവെച്ച കാശ് തിരിച്ചു പിടിച്ചാൽ അത് മുതലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത ചോദ്യം. കെട്ടിവെച്ച കാശ് തിരിച്ചു പിടിച്ചാൽ മാത്രം പോരാ, അത് മുതലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിമാരുടെ തർക്കം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അടുത്ത് വകുപ്പ് മന്ത്രിമാരുടെ തർക്കം വരാനിരിക്കുന്നതേ ഉള്ളൂ, ഇല്ലേ? ജയിച്ച് കയറുന്ന സീനിയോറിറ്റിയുള്ള എത്രയോ പേരുണ്ട്. ഇപ്പം UDF ഇപ്പം തിരുവനന്തപുരത്ത് മത്സരിച്ച ആൾക്കാരൊക്കെ ജയിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ എത്ര സീനിയർ നേതാക്കൾ ജയിച്ച് കയറുകയാണ്? ജയിക്കും എന്നല്ല ഞാൻ പറയുന്നത്, ജയിക്കുകയാണെങ്കിൽ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ K മുരളീധരനാണ്, സീനിയോറിറ്റിയുള്ള നേതാവാണ്. അരുവിക്കരയിൽ VS ശിവകുമാറാണ്, സീനിയോറിറ്റിയുള്ള നേതാവാണ്, അല്ലേ? കോവളത്ത് വിൻസെന്റ് MLA സീനിയോറിറ്റിയുള്ള നേതാവാണ്. അയാൾ ഇപ്പോൾ സിറ്റിംഗ് MLA കൂടെയാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ CP ജോണാണ്, ഇല്ലേ? വളരെ മുതിർന്ന നേതാവാണ്. അപ്പോൾ ഇത്രയും പേരെ ഒരുമിച്ച് മന്ത്രിയാക്കാൻ പറ്റുമോ ഈ ജില്ലയിൽ നിന്ന്? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വെല്ലുവിളികൾ UDF ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ കസരയ്ക്ക് വേണ്ടി മാത്രമല്ല, വകുപ്പ് മന്ത്രിമാരുടെ കാര്യത്തിലും ഈ പറയുന്ന പോലെ വലിയ വെല്ലുവിളികളുണ്ട്. അപ്പോഴാണ് അപ്പുറത്ത് മലബാർ മേഖലയിൽ നിന്നുള്ള ഇടത്തോട്ട് മുണ്ടെടുത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നത് ഈ മന്ത്രിയാകാൻ വേണ്ടി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? ലീഗിന് വേണ്ടി ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലും ഉണ്ടാക്കിയെടുക്കുമെന്നാണ് കേൾക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്കാണ് അവർ പിടിച്ചത്. തങ്ങൾക്ക് CH മുഹമ്മദ് കോയയ്ക്ക് ശേഷം മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാൻ തങ്ങളുടെ ഒരു സമുദായം 8-9 വർഷം കൊണ്ട് വലിയ നഷ്ടങ്ങൾ അനുഭവിക്കുകയാണ് സമുദായം. ആ സമുദായത്തിന് വേണ്ടി നിങ്ങളൊരു മുഖ്യമന്ത്രിയെ തരണം എന്നതായിരുന്നു അവരാദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് ഒരല്പം വഴുതി മാറി ഉപമുഖ്യമന്ത്രിയിലെത്തിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഈ ലീഗിന്റെ കുത്തകയായ കുറെ വകുപ്പുകളുണ്ട്. വ്യവസായം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, അല്ലേ? തദ്ദേശ സ്വയംഭരണം, ഇതൊക്കെ അവർ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് മാത്രമല്ല, പുതിയ ഏതെങ്കിലും വകുപ്പുകൾ കൂടി അവർക്ക് കരഗതമാക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അവർ. മുഖ്യമന്ത്രി അടക്കമുള്ള സീറ്റുകൾ, അതിലേക്കാണ് അവരുടെ നോട്ടം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ച് കയറിയതിനേക്കാൾ വലിയ കടമ്പകളാണ് വരുന്ന നാളുകളിൽ UDFന് ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ നേരിടാനുള്ളത്. മാത്രമല്ല, ഈ വകുപ്പ് വിഭജനം, മുഖ്യമന്ത്രി തീരുമാനം അടക്കം ഒരുപാട് കാര്യങ്ങളിൽ ഇവർ ഇത്ര വരയ്ക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.